ഇന്ത്യൻ സേനയ്ക്ക് കൂട്ടായി തേജസ്. എന്താ ഈ തേജസിന്റെ പ്രത്യേകത? ശത്രു രാജ്യങ്ങളെ നിഷ്കരണം തീർക്കാൻ തേജസ്സിന് കഴിയുമോ? അതായത് ഇത് LCA എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന യുദ്ധവിമാനം. LCA എന്ന് വെച്ചാൽ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്. ആ ലൈറ്റ് എന്ന വാക്കിൽ തന്നെ കാര്യമുണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന വിവിധ ഉദ്ദേശ വിമാനം എന്നുള്ളതാണ് LCA വിമാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ LCA വിമാനങ്ങൾക്കുള്ള പ്രത്യേകത ഇത് വ്യോമാക്രമണങ്ങൾക്കും പറ്റും. അതായത് എയർ ടു എയർ, രണ്ട് വിമാനങ്ങൾ ആകാശത്ത് നിന്നിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രോണിനെതിരെയുള്ള ആക്രമണം നടത്താൻ പറ്റും. ഇനി താഴെ ഭൂമിയിലുള്ള ഏതെങ്കിലും സംവിധാനങ്ങൾ ആക്രമിച്ച് തകർക്കാനാണെങ്കിൽ അതിനും പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഉപയോഗത്തിന് ഇതാണ് ബെസ്റ്റ്. നമ്മുടെ റഫേൽ അതേപോലെ സുഖോയ് പോലുള്ള വിമാനങ്ങളൊക്കെ വമ്പൻ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ നമ്മുടെ തേജസ് മതിയാകും. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ഏതാണ്ട് 36 തേജസ് വിമാനങ്ങളാണ് ഇപ്പോൾ. അതായത് തേജസ് MKA എന്ന് പറയുന്ന ശ്രേണി, അതായത് ആദ്യ തലമുറയിൽപ്പെട്ട, അതായത് ഇത് ഓരോ ബാച്ചായിട്ടാണ്, ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്. അതായത് ആദ്യം ഇറങ്ങിയ ഒരു 36 തേജസ് വിമാനങ്ങൾ ഇപ്പോൾ സേനയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി യുദ്ധവിമാനങ്ങൾ വേണ്ടിയിരുന്നു. ഒരു 83 കൂടി സേന ഓർഡർ ചെയ്തിരുന്നു. അത് ഒരു 2 വർഷം മുമ്പേ സേനയുടെ ഭാഗമാകേണ്ടതായിരുന്നു. പക്ഷേ അത് എത്താൻ കുറേ സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അതിൻ്റെ എൻജിൻ F404 എന്ന് പറയുന്ന GE എന്ന് പറയുന്ന കമ്പനി നിർമ്മിക്കുന്ന ഒരു എൻജിനാണ്. ആ എൻജിൻ്റെ ഉൽപ്പാദനം അവർ നേരത്തെ നിർത്തിയിരുന്നു. കാര്യം ഇത് ഈ LCA മോഡ് വിമാനങ്ങൾ, അതിൻ്റെ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻജിൻ്റെ ആവശ്യകത ഇല്ലാത്തൊരു ആ ഒരു ചിന്തയിലേക്ക് അവർ പോയതുകൊണ്ടാണ് ഈ 404 എൻജിൻ അവർ നിർമ്മാണം നിർത്തിവെച്ചു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ബൾക്കായിട്ട് ഓർഡർ കിട്ടിയപ്പോൾ അവർ രണ്ടാമത് എൻജിൻ നിർമ്മാണം പുനരാരംഭിച്ച് അത് തരാനായിട്ടുള്ള കാലതാമസം ഉണ്ടായിരുന്നു. ഒരു 3 മാസം മുമ്പാണ് ആ എൻജിൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ ഫലവത്തായി പൂർത്തിയായി. ഇനി ഈ സെപ്റ്റംബറോടുകൂടി ഈ പറയുന്ന തേജസ് യുദ്ധവിമാനങ്ങൾ നമ്മുടെ ഇപ്പോൾ MiG-21 എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ അതിന് പകരം 36 MiG-21 വിമാനങ്ങളാണ് സെപ്റ്റംബറിൽ റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഈ തേജസ് യുദ്ധവിമാനങ്ങളാണ് നമ്മൾ പരിഗണിക്കാൻ പോകുന്നത്. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ MiG-21 വിമാനങ്ങൾ നമ്പർ 3 കോബ്ര എന്ന് പറയുന്ന സ്ക്വാഡ്രോണിലും നമ്പർ 23 പാന്തേഴ്സ് എന്ന് പറയുന്ന സ്ക്വാഡ്രോണിലുമാണ് നിലവിലുള്ളത്. അതായത് രാജസ്ഥാനിലെ നാൽ എന്ന എയർബേസിലാണ് ഈ വിമാനങ്ങൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട്, ഇതിന് പകരമായിട്ടാണ് തേജസ് യുദ്ധവിമാനങ്ങളെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് തേജസ് MK-1A എന്നുള്ളത്. 1 എന്നുള്ളത് പുതിയ അപ്ഗ്രഡേഷൻ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ MK-1A എന്നുള്ളത് പുതിയ അപ്ഗ്രഡേഷൻ. നേരത്തെ തേജസ് വിമാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. MK-1A എന്ന് പറയുന്ന പുതിയ അപ്ഗ്രഡേഷൻ വരുന്നതാണ്. അപ്പോൾ ഇത് നമ്പർ 44, അതായത് നിലവിൽ നമുക്ക് ഈ 36 തേജസ് വിമാനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നമ്പർ 45 സ്ക്വാഡ്രോണിൽ ഫ്ലൈയിങ് ഡാഗേഴ്സ് എന്നും നമ്പർ 18 സ്ക്വാഡ്രോണിൽ ഫ്ലൈയിങ് ബുള്ളറ്റ്സ് എന്ന പേരിലുമാണ് ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ MiG അതിൻ്റെ സ്ക്വാഡ്രോൺ റിട്ടയർ ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് ഈ തേജസ് യുദ്ധവിമാനങ്ങൾ വരും. അപ്പോൾ ഈ തേജസ് യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള ആലോചന, അതായത് LCA ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ സ്വന്തമായി വേണമെന്നുള്ള ആലോചന വന്നത് 1969 എന്നാൽ ഇതിൻ്റെ നടപടികളൊക്കെ തുടങ്ങിയത് 83 അപ്പോൾ ഈ 69 ഇന്ത്യ ആലോചന തുടങ്ങിയപ്പോൾ ഇന്ത്യയുടെ മുമ്പിലുണ്ടായിരുന്ന സ്വന്തം വിമാനത്തിൻ്റെ പേര് മാരുത് എന്ന പേരിലുള്ളൊരു വിമാനമായിരുന്നു. പക്ഷേ അത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ചെങ്കിലും അതിന് ഒരുപാട് പരാധീനതകളുണ്ടായിരുന്നു. അതിൻ്റെ വേഗത കുറവ്, മറ്റ് പരാധീനതകൾ, അതായത് ഒരു യുദ്ധമുന്നണിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത, വേണമെങ്കിൽ ഒരു പ്രദർശന വസ്തുവായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വിമാനം മാത്രമായിരുന്നു മാരുത്. ഈ സൂപ്പർ സോണിക് എന്ന് പറയുന്ന സങ്കല്പം, അതായത് അതിവേഗതയിൽ കുതിച്ചു പായുന്ന വിമാനങ്ങൾ വേണമെന്ന സങ്കല്പം വന്നതോടുകൂടിയാണ് തേജസ് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഞാനീ പറഞ്ഞ 1983 ഈ LCA പ്രൊജക്റ്റ് അന്ന് തന്നെ സ്റ്റാർട്ടായിരുന്നെങ്കിൽ അത് ഏതാണ്ട് 10 വർഷത്തിനുള്ളിൽ വിമാന നിർമ്മാണത്തിലേക്ക് അത് കടന്നിട്ട്, അതായത് 93 വിമാന നിർമ്മാണം തുടങ്ങി 2004 പൂർത്തിയാക്കേണ്ട ഒരു പ്രൊജക്റ്റായിരുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് പൂർത്തിയാക്കേണ്ടത്. കാര്യം ഈ സ്വന്തമായി എൻജിൻ ഇല്ലാത്ത സാങ്കേതിക പ്രശ്നങ്ങളുടെയൊക്കെ പേരിലാണ് ഈ പ്രൊജക്റ്റ് വൈകിയത്. പിന്നീട് 2024 മാർച്ച് 28, അതായത് കഴിഞ്ഞ വർഷം മാർച്ച് 28
ഈ MK-1 തേജസ് MK-1A പരീക്ഷണ പറക്കൽ നടത്തി. അതായത് നേരത്തെയുള്ള തേജസ് വിമാനങ്ങളുടെ അപ്ഗ്രേഡ് ചെയ്ത ഫോം പരീക്ഷണ പറക്കൽ വിജയകരമായിരുന്നു. അതോടുകൂടിയാണ് ഈ പുതിയ ശ്രേണിയിൽപ്പെട്ട തേജസ് വിമാനങ്ങൾ സേനയുടെ ഭാഗമാകാനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾക്ക് തുടക്കമായത്. പിന്നീട് നമുക്ക് ഇതേപോലെ വിമാനങ്ങൾ സമയത്തിന് കിട്ടാത്തതിൻ്റെ പേരാണ് നമുക്ക് 36 ഒരുമിച്ച് വേണം. അപ്പോൾ അതിങ്ങനെ ക്രമേണ ആയി വരുന്നതല്ല, എൻജിൻ കിട്ടാത്തതിൻ്റെ അഭാവമുണ്ട്. അപ്പോൾ അതിപ്പോൾ പരിഹരിക്കപ്പെട്ടതോടുകൂടിയാണ് ഈ വിമാനങ്ങൾ വന്നത്. ഇനി എന്തുകൊണ്ട് ഈ തേജസ് പ്രത്യേകത അർഹിക്കുന്നു എന്ന് വെച്ചാൽ അതിന് ഒരുപാട് സാങ്കേതികപരമായി ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തേജസ് വിമാനങ്ങളെക്കാൾ പുതിയ ശ്രേണിയിൽപ്പെട്ടതിന് അതിൻ്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്ക് മാറ്റമുണ്ട്, അതിൻ്റെ ഡിസ്പ്ലേ സംവിധാനങ്ങൾക്ക് മാറ്റമുണ്ട്, അതിൻ്റെ ഇലക്ട്രോണിക് പ്രോസസ്സറിന് മാറ്റമുണ്ട്. പുതിയ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ഇതിലൊരു റഡാറുണ്ട്. ആ റഡാറിൻ്റെ പേര് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ എന്നുള്ളതാണ്. അത് ചുരുക്കി അതായത് അത് ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഇത് നമ്മൾ പരിഷ്കരിച്ച് ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉത്തം എന്ന പേരിൽ ഒരു റഡാർ, അതായത് നമ്മുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡാണ് ആ റഡാർ. അത് കുറച്ച് കഴിയുമ്പോൾ ആ റഡാർ ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുക. ഇനി പറയപ്പെടുന്നത് ഏതാണ്ട് ഇപ്പോൾ നിർമ്മിക്കുന്ന പുതിയ ശ്രേണിയിൽപ്പെട്ട തേജസ് വിമാനങ്ങൾക്ക് മുൻ വിമാനങ്ങളെക്കാൾ അപേക്ഷിച്ച് 50% തദ്ദേശീയമായിട്ടുള്ള സാങ്കേതിക വിദ്യയും വിഭവങ്ങളുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഏതാണ്ട് പഴയ തേജസ് വിമാനങ്ങളെക്കാൾ ഒരു 40 ഇനങ്ങളിൽ, ഓരോ ഇനങ്ങളിലും 40 ഇനങ്ങളിൽ വ്യത്യസ്തത വരുത്തിയിട്ടുണ്ട്, അപ്ഗ്രഡേഷനും വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 മോഡിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഒന്ന് എയർ ടു എയർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആകാശ യുദ്ധങ്ങൾക്ക്, അതേസമയം തന്നെ എയർ ടു ഗ്രൗണ്ട് എന്ന് പറയുന്ന സംവിധാനത്തിലും ഇത് ഉപയോഗിക്കുക. അതായത് ആകാശത്ത് നിന്നിട്ട് ഭൂമിയിലോട്ട് ആക്രമണം നടത്താം. ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ഇതിൻ്റെ ഈ വിമാനത്തിൻ്റെ താഴെ ഈ ആത്യന്താധുനിക മിസൈലുകൾ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് 9 ഹാർഡ് പോയിൻറ്റ്സ്, അതായത് മിസൈലുകൾ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് തരത്തിൽ, അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈല്, അല്ലെങ്കിൽ എയർ ടു എയർ മിസൈൽ, അല്ലെങ്കിൽ എയർ ടു ഗ്രൗണ്ട് മിസൈൽ, അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽ, ഇങ്ങനെ പലതരത്തിലുള്ള മിസൈലുകൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് മാത്രമല്ല ഇതിൽ ഒരു ജാമർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഈ ജാമർ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് വിമാനങ്ങളുടെ കണ്ണിൽ പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുക. അതായത് ഇലക്ട്രിക്കൽ വാർ എന്നാണ് അതിന് അറിയപ്പെടുക. അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള യുദ്ധം. അപ്പോൾ അതിന് പോലുള്ള സംവിധാനങ്ങൾ ഈ തേജസ് വിമാനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ 83 വിമാനങ്ങളാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അതിന് ഏതാണ്ട് 36,468 കോടിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട് കരാറുണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ബാച്ചിൽപ്പെട്ട വിമാനങ്ങളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇത് മാത്രമല്ല 2023 നവംബറിൽ വീണ്ടും നമ്മൾ ഈ വിമാനങ്ങളുടെ എണ്ണം കൂട്ടി ഒരു 97 എണ്ണം കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ MiG-21 എന്ന് പറയുന്ന വിമാനത്തിന് ബദലായിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തേജസ് യുദ്ധവിമാനങ്ങളെ നമ്മൾ പരിഗണിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് വ്യോമസേനയിൽ 29 സ്ക്വാഡ്രൺ മാത്രമേ ഉള്ളൂ. അതായത് പരിശീലന വിമാനങ്ങളടക്കം യുദ്ധവിമാനങ്ങളടക്കം 29 സ്ക്വാഡ്രണുകളേ ഉള്ളൂ. മിനിമം 43 സ്ക്വാഡ്രണുകൾ വേണം. അപ്പോൾ ഇത്രയും കുറവുള്ളത് അതൊക്കെ ഈ തേജസ് കൊണ്ട് പരിഹരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ വീണ്ടും നമ്മൾ മറ്റ് പല വിമാനങ്ങൾ, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നതൊക്കെ നമ്മുടെ പരിഗണനയിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് തേജസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വ്യോമസേനയിൽ 900-ഓളം MiG വിമാനങ്ങൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതാണിപ്പോൾ ശോഷിച്ച് 36 എണ്ണമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ 900-ഓളത്തിൽ നിന്ന് 36 മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് റീപ്ലേസ് ചെയ്യണം ആദ്യത്തെ പരിപാടി. നമുക്ക് ആ 900-ലേക്ക് എത്തേണ്ടതിരിക്കുന്നു. അപ്പോൾ അത് മുഴുവൻ ഇനി ഈ തേജസ് വിമാനങ്ങൾ കൊണ്ട് പരിഹരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ തേജസ് നമ്മൾ പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിതമാണ്. ഇപ്പോൾ നമ്മൾ GE എന്ന് പറയുന്ന കമ്പനിയുടെ എഞ്ചിൻ ഉപയോഗിക്കുന്നു. കുറച്ചുകൂടി കഴിഞ്ഞാൽ പൂർണ്ണമായി ഇന്ത്യൻ നിർമ്മിത എഞ്ചിനുകളുടെ അടക്കം ഉപയോഗിച്ച് വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ തൽക്കാലം പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്.